സ്വന്തം ശക്തി കൊണ്ട് നിങ്ങൾ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടണം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു എന്ന് പറഞ്ഞ് റബ്ബായി പുറത്തു പോയി. അപ്പോൾ ഒരു പുതിയ റബ്ബായി പതുക്കൻ എഴുന്നേറ്റ് വന്നിരിക്കുകയാണ്. അതാരാ? കർത്താവ് ശോഭിക്കുക. അദ്ദേഹം യഹൂദനായതിൻ്റെ പേരിൽ ശാബത്ത് ഇതെല്ലാം പഠിക്കാൻ സിനഗോഗിൽ പോകാമല്ലോ. വന്നിട്ട് പറയാണ്, കേട്ടോട്ടോ ഈ ഭാഷ, നിങ്ങൾ കേട്ടില്ലേ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ കേട്ടില്ലേ, പൂർവികരോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ കേട്ടില്ലേ, പല്ലിന് പകരം പല്ല്, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ കണ്ടോ. ഇതാണ് അവൻ സിനഗോഗിൽ പഠിപ്പിച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഭയങ്കര ബഹളമാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് ടീച്ചർ പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ പാപത്തെ പ്രതി, അതിൻ്റെ ശിക്ഷയെ പ്രതി, അതില്ലാതിരിക്കാനും അധ്വാനിക്കുന്നവരും ആ ശിക്ഷയെ ഭാരം ചുമക്കുന്നവരും ആ പാപത്തിൻ്റെ ഭാരം ചുമക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പാപവും അതിൻ്റെ ശിക്ഷയും അതിൻ്റെ ശാപവും ഏറ്റെടുക്കാനാണ്. എൻ്റെ നുകം വഹിക്കുവിൻ. നമുക്ക് തന്നെ ഇത് കേൾക്കുമ്പോൾ ഒരു ആശ്വാസം വരുന്നുണ്ടോ ഇല്ലയോ? ഇത് കേട്ടിരുന്നവർക്ക് ഭയങ്കര ആശ്വാസം. അപ്പം അവർ പറയാൻ തരും, ഇതെന്തീ പറയണത്, ഇതൊരു പുതിയ വാർത്തയാണല്ലോ, ഇത് ഇന്നേ വരെ നമ്മൾ കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഉടനെ ഈശോ ഏശയ്യായിലൊരു വചനം പറഞ്ഞു, നിന്റെ പാപം കടുംചുവപ്പാണെങ്കിലും ഞാൻ അവയെല്ലാം തൂവെള്ളയാക്കുമെന്ന് ഏശയ്യായിൽ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഞാനാണത്. നിങ്ങളുടെ പാപഭാരവും അതിൻ്റെ ശാപവും ഞാൻ ഏറ്റെടുക്കാം. അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങി, ഇതൊരു സുവിശേഷമാണല്ലോ, ദിസ് ഈസ് എ ഗുഡ് ന്യൂസ്. വരുവിൻ, നമുക്ക് അവൻ്റെ പിന്നാലെ പോകാം. ആ അർത്ഥത്തിലാണ് ഈശോ പറയുന്നത്, എല്ലാവരും എൻ്റെ പിന്നാലെ വരുവിൻ. ആ അർത്ഥത്തിലാണ് മത്തായി 11:28 നമ്മൾ കാണേണ്ടത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിനെന്ന്. എന്തിൻ്റെ അധ്വാനം? പാപത്തിനെ അകറ്റാൻ അധ്വാനിക്കുന്നവരും അത് അകറ്റാൻ പറ്റാണ്ട് അതിൻ്റെ ഭാരം ചുമക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് മൗനമായി ഭക്ഷണത്തിന് പോകാം. നമ്മൾ ഇന്നിത്തിരി നേരത്തെ വന്നാലോ? ഇന്ന് വിശ്രമം വേണ്ടാന്ന് വെച്ചാലോ? കുമ്പസാരത്തിന് വേണ്ടിയുള്ളൊരു ഒരുക്കമായിട്ട് നമുക്ക് 2 മണിക്ക് തന്നെ അങ്ങ് തുടങ്ങിയാലോ? സിസ്റ്റർമാർ ചിലവരിത്തിരി റെസ്റ്റ് എടുത്ത്, എനിക്കും റെസ്റ്റ് എടുത്ത് പരിചയമുള്ളതാണ്. ഇന്ന് നമ്മളൊക്കെ അങ്ങ് ഉപേക്ഷിക്കുക. 2 മണിക്ക് വായോ, 3 മണിക്ക് കുമ്പസാരമാണ്. പ്രൈസ് ദി ലോർഡ്.